രമേശ് ചെന്നിത്തല ഇന്ന് മുന്നോട്ട് വെച്ച 65 കുറ്റപത്രം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണോ? ശ്രീ ജേക്കബ് ജോർജ്, ഒന്നും ശരിയാകാത്ത ഒരു വർഷം എന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത് ഒരു കുറ്റപത്രത്തിലൂടെ. അതേസമയം തന്നെ അഴിമതിയും അനാശാസ്യവും ഇല്ലെന്ന സർക്കാർ, ഈ വാദമാണ് ഇന്നലെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇതാണ് സർക്കാരിന്റെ പ്ലസ് പോയിന്റ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഏത് വാദമാണ് മേൽക്കൈ നേടുന്നത്? അല്ല, അങ്ങനെ ഏത് വാദമാണ് മേൽക്കൈ നേടുക? രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ ഒരു ഡിബേറ്റിൻ്റെ മേഖലയാണ്. പരസ്പരം ആരോപണങ്ങൾ, അവകാശവാദങ്ങൾ, ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പുതിയ സംസ്കാരം ഭരണത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിനെതിരെ ഒരു പ്രവർത്തിക്കാത്ത ഗവൺമെൻറ്, ഫാസിസ്റ്റ് ഗവൺമെൻറ് എന്ന ആരോപണം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു. തീർച്ചയായിട്ടും ഇതിന് വിധി എഴുതേണ്ടത് ജനങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ അവലോകനം ചെയ്യുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാചകം വളരെ പ്രസക്തമാണ്. ഒരു പുതിയ സംസ്കാരം, ഭരണത്തിൽ ഒരു പുതിയ സംസ്കാരം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അധികാരം, അഴിമതി, അനാശാസ്യത എന്നിവ കൂട്ടിക്കലർത്തി കഴിഞ്ഞ UDF ഭരണം ജീർണിപ്പിച്ച രാഷ്ട്രീയ സംസ്കാരം ശുദ്ധീകരിക്കപ്പെട്ടു. അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, ആ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും പഴയ ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ ആ സംസ്കാരത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായി. മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ടൊരു സന്ദേശം ഞാൻ ആരെയും സംരക്ഷിക്കാനില്ല എന്നുള്ളതാണ്. എൻ്റെ സംരക്ഷണം നോക്കി, എൻ്റെ സംരക്ഷണം പ്രതീക്ഷിച്ച് ആരും അനാശാസ്യമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അത് തന്നെ 2 മന്ത്രിമാരുടെ രാജിയിൽ അത് തന്നെയാണ് കാണുന്നത്. ഒന്ന് EPJ രാജൻ സ്ഥാനം വരെ അധികം കഴിഞ്ഞപ്പോൾ EPJ രാജൻ്റെ പണി പോയി. അതുപോലെ ഗതാഗത മന്ത്രി, മറ്റ് ഒരു ഗുരുതരമായ ഒരു ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനും രാജിവെക്കേണ്ടി വന്നു. ആ ഒരു സംരക്ഷണം കൊടുക്കാനല്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് എല്ലാം ഞാൻ വെക്കുന്നു എന്നാണ്. അത് വ്യത്യാസം. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും നല്ലൊരു കാര്യം. ശ്രീ A. റഹീമിനോട് ചോദിക്കാം. ശ്രീ A. റഹീം, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞത് ഈ അഴിമതിയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇങ്ങനെ അഴിമതി വിരുദ്ധ സർക്കാരാണ് എങ്കിൽ 144-ാം ദിവസം എന്തിന് ജയരാജൻ രാജിവെച്ചു? അല്ല, അതുകൊണ്ടാണ്, അഴിമതി വിരുദ്ധ സർക്കാർ ആയതുകൊണ്ടാണ്. അത് തന്നെയാണ് എൻ്റെ ഉത്തരം. വ്യക്തികൾക്ക് തെറ്റ് പറ്റാം, പിഴവുകൾ പറ്റാം, ചെറുതും വലുതുമായിരിക്കാം. പക്ഷേ ആ തെറ്റുകളോട് ഭരണ നേതൃത്വത്തിന്, രാഷ്ട്രീയ നേതൃത്വത്തിനൊരു നിലപാടുണ്ടാകണം. ആ നിലപാടാണ് പിണറായി സർക്കാർ ഉയർത്തിപ്പിടിച്ചത്. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞു. കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മലർന്നു കിടന്ന് തുപ്പലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ കഴിഞ്ഞ UDF ഭരണകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ ഉന്നയിച്ചത്. പലതും പച്ചക്കള്ളങ്ങളാണ്. ഇപ്പോൾ പറയട്ടെ, UAPA അദ്ദേഹം പറഞ്ഞ ഒരു ചാർജിലൊന്നാണ്. ദേശീയ തലത്തിൽ UAPA എതിർക്കുന്നു ഇടതുപക്ഷമെങ്കിലും കേരളത്തിൽ UAPA ചുമത്തി. ലോക്നാഥ് ബെഹ്റ അന്വേഷിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിൻവലിച്ച മുഴുവൻ UAPA കേസുകളും അതിനുമുമ്പ് അഴിമതിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് അഴിമതി ഒഴിവാക്കി ആരോഗ്യകരമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ 144-ാം ദിവസം മന്ത്രി ജയരാജൻ രാജിവെച്ചത് എന്ത് രാഷ്ട്രീയ സദാചാരത്തിന്റെ പേരിലാണ്, എന്ത് മൂല്യത്തിന്റെ പേരിലാണ്? ഒന്ന്. പിന്നെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നിയമനം കൊടുത്തപ്പോൾ കയ്യോടെ പിടിച്ചു, മറ്റ് നിയമനങ്ങളൊന്നും റദ്ദാക്കിയിട്ടില്ല, അവരവർ തുടരുന്നു. അതായത് അന്ന് കയ്യോടെ പിടിച്ച മറ്റ് നിയമനങ്ങൾ അതൊന്നും റദ്ദാക്കിയിട്ടില്ല. 20 വർഷക്കാലം CPM-ഉം VS-ഉം കേസ് നടത്തി ജയിലിലടച്ച ബാലകൃഷ്ണപിള്ളയ്ക്ക് ക്യാബിനറ്റ് പദവി ഞങ്ങൾ കൊടുത്തപ്പോൾ വിമർശനം. കഴിഞ്ഞ നിയമസഭയിൽ മാണിയെക്കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല, നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. UDF സർക്കാർ അഴിമതിയാണെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ അഴിമതിയോടുള്ള രാഷ്ട്രീയ സമീപനം ഒന്ന്, രണ്ട് അഴിമതിയോടുള്ള സമീപനം ഒരു വശത്ത്, മറുവശത്ത് ശ്രീ KM മാണിയുടെ കാര്യത്തിലും ശ്രീ R ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിലും നിങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നമാണ്. അത് അവർ രണ്ടും രണ്ട് പാർട്ടികളാണ്. KM മാണിയോട് പ്രാദേശികമായ ഒരു മുന്നണി ഞങ്ങൾ ഉണ്ടാക്കി. ആ സംസ്കാരം തന്നെ തുടരുകയല്ലേ ഇപ്പോൾ? അധികാരം, അഴിമതി, അനാശാസ്യത എന്നിവ കൂട്ടിക്കലർത്തി കഴിഞ്ഞ UDF ഭരണം ജീർണിപ്പിച്ച രാഷ്ട്രീയ സംസ്കാരം ശുദ്ധീകരിക്കപ്പെട്ടു. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിൽ അഴിമതി എന്ന ജീർണതയിൽ ഉണ്ടായിരുന്ന ഒരു ഘടകമാണല്ലോ KM മാണിയും R ബാലകൃഷ്ണപിള്ളയും. ഞാൻ പറയട്ടെ, വ്യക്തികളിലേക്കല്ലല്ലോ നോക്കേണ്ടത്. ഇപ്പോൾ KM മാണിയാകട്ടെ R ബാലകൃഷ്ണപിള്ളയാകട്ടെ UDF-ന്റെ ഭാഗമായിട്ടായിരുന്നുവെങ്കിൽ UDF-നെ ക്ഷണിച്ചിരുന്നാണല്ലോ. KM മാണി ഞങ്ങളെ ചതിച്ചു എന്നാണല്ലോ കോട്ടയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ നീക്കം നടന്നപ്പോൾ പറഞ്ഞത്. പക്ഷേ അഴിമതി എന്ന ജീർണത മാറിയിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്കിങ്ങനെ ഞാൻ ചോദിക്കുന്നതിനൊക്കെ പ്രതികരിക്കാൻ സമയം തരാതിരുന്നാൽ നിങ്ങൾ ചോദിച്ച കാര്യത്തിലൂടെ എനിക്കൊരു പ്രസ്താവന നടത്താൻ അവസരത്തിന് ഇവിടെ അഴിമതിയോട് ഞങ്ങളുടെ സർക്കാരിനൊരു സമീപനമുണ്ട്. അത് എക്കാലവും LDF സർക്കാരിനൊരു സമീപനമുണ്ട്. അത് അധികാരമേറ്റപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായൊരു നിലപാട് പറഞ്ഞിരുന്നു. ആ നിലപാടാണ് ഈ നിലയിൽ ശക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത്.
അത് ഭരണരംഗത്ത് മാത്രമല്ല, ഒരു സർക്കാർ ഓഫീസിൽ ഒരു ആൾ കയറി ചെന്നാൽ പോലും കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റണം. അത് അത്ര കണ്ട് എളുപ്പമല്ല, സ്വിച്ചിട്ടതുപോലെ നടക്കുന്നതുമല്ല, ഞങ്ങൾക്കറിയാം. പക്ഷേ അതിനുള്ള ഒരു പുതിയ സംസ്കാരം, ഭരണ സംസ്കാരം ആർജിച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഒരു വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയത്. അതിൽ വലിയ മെസ്സേജുകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. വിജിലൻസിനെ ഇത്രയധികം വിശ്വാസത്തിൽ കേരളം എടുത്ത ഒരു കാലം ഇതിനു മുമ്പ് നിങ്ങൾ കാട്ടിത്ത ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഈ തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ ശക്തമായൊരു മെസ്സേജ് താഴെ തലവരെ കൊടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞു. അതാണ് സി എം ഉന്നയിച്ചത്. അവിടെ ഈ ജീവനത മാത്രം എടുത്തു പറഞ്ഞതുകൊണ്ട് അതൊരു യുക്തിരഹിതവും ബാലിശവുമായ കാര്യമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ പറയാം. താങ്കൾക്ക് ചുമയായതുകൊണ്ടാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് രമേശ് ചെന്നിത്തലയുടെ കുറ്റപത്രത്തിന് 65 കുറ്റപത്രമാണ് സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി യുക്തിരഹിതവും ബാലിശവുമായ കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. വെപ്രാളം പൂണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ജനകീയ സർക്കാരിനെ കണ്ടപ്പോൾ. മാത്രമല്ല, ഈ അഴിമതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അഴിമതി കലർത്തി കഴിഞ്ഞ UDF ഭരണം ജീർണിപ്പിച്ച രാഷ്ട്രീയ സംസ്കാരം ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. അഴിമതി മാത്രമല്ല, അനാശാസ്യതയും അധികാരവും. അവിടെ രമേശ് ചെന്നിത്തല നൽകിയ മറുപടിയിൽ പറയുന്നത് ആകെ ഞാൻ നേരത്തെ വായിച്ച ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ റഹീം പൊതുവെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്കും എതിരഭിപ്രായം ഇല്ലാത്തതാണല്ലോ. അഴിമതി കുറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് ഉന്നയിക്കുവാനുള്ളത് ഈ KM മാണിയെയും ബാലകൃഷ്ണപിള്ളയെയും ഇവർ കൂടെ കൂട്ടുന്ന കാര്യവും ജയരാജൻ രാജിവെച്ച കാര്യവുമാണ്. ജയരാജൻ രാജിവെച്ചു എന്ന് പറയുമ്പോൾ അതൊരു അഴിമതി വിരുദ്ധത കൂടിയാണ്. മഞ്ജുഷേ, ശ്രീ അച്യുതാനന്ദനിൽ നിന്ന് തികച്ചും വിഭിന്നനായ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആഭ്യന്തരവും വിജിലൻസും എടുത്തു മാറ്റിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയത്. അതേസമയം ശ്രീ പിണറായി വിജയൻ 17 വർഷക്കാലം പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്ന് പാർട്ടിക്കകത്ത് തൻ്റെ ശത്രുക്കളെ മുഴുവൻ ഒതുക്കി പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി പരിപൂർണമായി പാർട്ടിയുടെ സംരക്ഷണയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പും വിജിലൻസും അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത്. അധികാരത്തിലേറി 3-ാം ദിവസം സത്യസന്ധനും കാര്യപ്രാപ്തിയും അതുപോലെ തന്നെ അഴിമതി രഹിതനുമായ ശ്രീ സെൻകുമാറിനെ മാറ്റി തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെയാണ് കേരളത്തിൻ്റെ DGP ആയി നിയമിച്ചത്. ലോക്നാഥ് ബെഹ്റ കേരളത്തിൻ്റെ വിജിലൻസ് ഡയറക്ടറായി അദ്ദേഹം നിയമിച്ചതും അദ്ദേഹത്തിന് പരിപൂർണമായി വിശ്വാസമുള്ള ഒരാളാണ്. താങ്കൾ ഈ പറയുന്ന രാഷ്ട്രീയ ജീർണത കേരളത്തിലുണ്ടായെങ്കിൽ, ഈ പറയപ്പെടുന്ന സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായെങ്കിൽ, ശ്രീ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ 2 പേർ പോലീസിൻ്റെ തലപ്പത്ത് വന്ന് ഈ ഗവൺമെൻറ് 1 വർഷക്കാലം പൂർത്തിയാക്കിയിട്ട് ആ രാഷ്ട്രീയ ജീർണത, സദാചാര വിരുദ്ധ പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുമ്പഴികൾക്കുള്ളിൽ അടയ്ക്കാൻ ഈ ഗവൺമെൻറ്റിന് 1 വർഷം ധാരാളം മതി. എന്തു ചെയ്തിട്ടുണ്ട്? UDF സർക്കാരിന്റെ കാലത്ത് UDF സർക്കാരിന്റെ കാലത്ത് അഴിമതിയും അനാശാസ്യവും അധികാര ദുർവിനിയോഗവും നടത്തിയവരെ തുറുങ്കിലടയ്ക്കുവാനുള്ള സമയമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും 1 വർഷക്കാലം ധാരാളം ഈ ഗവൺമെന്റിന് കിട്ടി. ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരാളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ രാജ്യം അഴിമതി നിരോധന നിയമം പാസാക്കിയ ഒരു രാജ്യമാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. അതിനകത്ത് പറയുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ട്. മുഖ്യമന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ 1.25 മണിക്കൂർ നീണ്ടു നിന്ന വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും എണ്ണി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല. മുൻ സർക്കാർ നടത്തിയ അഴിമതികളുമായി ബന്ധപ്പെട്ട കേസുകളിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. നിയമം അതിന്റെ വഴിക്ക് പോവുകയാണ്. മുൻ സർക്കാരിന്റെ വിവാദ ഉത്തരവുകളെക്കുറിച്ചുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടുകളിൽ ഉടൻ നടപടി ഉണ്ടാകും. ഇതാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ് സർക്കാരിന്റെ ആദ്യ തീരുമാനമായിരുന്നു 1/1/2016 മുതൽ 14/3/2016 വരെ മന്ത്രിസഭാ തീരുമാനങ്ങൾ പരിശോധിക്കാനുള്ള സബ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം പോലും ഇതുവരെ പുറത്തു വന്നില്ല. ശരിയാണ്, തീരുമാനം പുറത്തു വന്നിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഇതിന് മറുപടി നൽകിയതാണ്. ഇത് എനിക്ക് മഞ്ജുഷ ഇത് ഒറ്റ കാര്യം പറയാം. കാര്യം മഞ്ജുഷ സമയം തരാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ വിവാദ തീരുമാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ബാർകോഴ ആരോപണം ഉയർന്നു വന്നപ്പോൾ ശ്രീ KM മാണിക്ക് നിയമപരിരക്ഷ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. നാഗേശ്വർ റാവു എന്ന് പറയുന്ന ആളിനെയാണ് അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കാൻ, അദ്ദേഹത്തിന് നിയമോപദേശം കൊടുക്കാൻ
ഞങ്ങൾ ചുമതലപ്പെടുത്തിയത്. ആ കാലത്ത് 7,70,00,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഫീസ്. ക്യാബിനറ്റ് ആ പണം കൊടുക്കാൻ തീരുമാനമെടുത്തു. പക്ഷേ പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിവാദ തീരുമാനങ്ങളിൽ അത് പെടുത്തി. മന്ത്രിസഭയുടെ ഉപസമിതി അത് വിട്ടു. അത് അഴിമതിയാണെന്ന് കണ്ടെത്തി. പക്ഷേ മെനഞ്ഞാന്ന് കൂടിയ ക്യാബിനറ്റ് KM മാണിക്ക് 7,70,00,000 രൂപ നാഗേശ്വര റാവുവിന് കൊടുക്കാനെടുത്ത തീരുമാനം ശരിവെച്ച് ആ പണം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുത്തു. അപ്പോൾ ഏത് തീരുമാനം അവർ തിരുത്തിയത്? ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക. പിന്നെ മുഖ്യമന്ത്രി 1.25 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തിയതിൻ്റെ മഹത്വം ഒന്നും പറയണ്ട. ഇവിടെ ഒരു മാർക്സിസ്റ്റ് കുടുംബത്തിലെ ഒരു സ്ത്രീയെ വലിച്ചഴിച്ചത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രീ എം ഡി രമേശ് 65 കുറ്റപത്രം രമേശ് ചെന്നിത്തല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകിയതാണ്. 1ാം വാർഷികം ആഘോഷിക്കുന്ന LDF സർക്കാരിനെതിരെ പൂർണ്ണമായും യോജിക്കുകയാണോ ഈ കുറ്റപത്രത്തോട് BJP? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, കഴിഞ്ഞ UDF-ന്റെ ഗവൺമെൻറ് അഴിമതിയുടെയും അനാശാസ്യ പ്രവർത്തനത്തിൻ്റെയും കേന്ദ്രമായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നത് വസ്തുതയാണ്. പക്ഷേ ആ അഴിമതിയുടെ അനാശാസ്യതയും ഈ ഗവൺമെൻറ് തുടരുന്നു എന്നുള്ളതാണല്ലോ ഒരു വർഷക്കാലത്തെ അനുഭവം. അഴിമതിക്കെതിരായിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു? ഒരു കൊല്ലക്കാലത്തിനിടയിൽ അഴിമതിയുടെ ആരോപണത്തിൻ്റെ പേരിൽ മന്ത്രിക്ക് പുറത്തു പോകേണ്ടി വന്നു. ആ കേസിനോട് ഈ ഗവൺമെൻറ് സമീപനം എന്താണ്? EP ജയരാജൻ പ്രതിയായിട്ടുള്ള കേസ് കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല, ആ അന്വേഷണത്തിൽ പ്രസക്തിയില്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെടുത്തിട്ടുള്ള വ്യവസായ വകുപ്പ് എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളെയും സാധൂകരിക്കുകയും ചെയ്ത സമീപനമല്ല ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്, കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് അവസാന ഘട്ടത്തിൽ എടുത്തിട്ടുള്ള മന്ത്രിസഭാ തീരുമാനം കടുംവെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളും ഒക്കെ തന്നെ പ്രചരണം നടത്തിയ ആ തീരുമാനങ്ങൾ ഒരു കൊല്ലമായല്ലോ. എന്തേ ആ തീരുമാനങ്ങളെക്കുറിച്ച് ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല? നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ അഴിമതിയുടെ ഏറ്റവും വലിയ മൂർധന്യത്തിലെത്തിയിരിക്കുന്ന കാലത്ത് മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങൾ, വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു? ഒരു കാര്യം മഞ്ജുഷ ഞാൻ പറയാം. അതിലൊരു വിഷയം, ഈ കഴിഞ്ഞ ഗവൺമെൻറ് ഈ അവസാന മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചില IPS ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ കൊടുക്കാനെടുത്ത തീരുമാനം. ആ തീരുമാനം തെറ്റാണെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നു. ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് മന്ത്രിസഭയിൽ അവതരിപ്പിച്ചു. ഈ ഗവൺമെന്റ് എടുത്ത തീരുമാനം എന്താ? അത് നിയമവിരുദ്ധമാണെങ്കിലും തെറ്റാണെങ്കിലും അത് തൽക്കാലം ഉദ്യോഗസ്ഥന്മാർക്ക് അപ്രീതി തോന്നണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം സാധൂകരിക്കുന്ന സമീപനമല്ലേ ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്? അങ്ങനെയല്ലേ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്? അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അഴിമതി വിധേയമായിട്ടുള്ള തീരുമാനങ്ങളോട് സമരസപ്പെട്ടു പോകാൻ ഈ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു. ഒരു കൊല്ലക്കാലത്ത് പിണറായി വിജയൻ സർക്കാരിന്റെ ബാക്കി പത്രം എന്താ? ഒരു ഭരണകൂടത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം. പക്ഷേ ശ്രീ എം ഡി രമേശ് ഈ കുറ്റപത്രം പ്രതിപക്ഷം അവതരിപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഇല്ല. ശരി തന്നെയാണല്ലോ ഇക്കാര്യം? ഇത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കുവാൻ ഈ കുറ്റപത്രത്തിൽ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല. പകരം ഈ ജീർണതയുടെ കാര്യം ശരിയാണ്, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളെ ഖണ്ഡിക്കുവാൻ, അതായത് UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ജീർണതകളെ ഖണ്ഡിക്കുവാൻ എന്തായാലും സാധിച്ചിട്ടില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. അത് അതേപടി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ശ്രീ എം ഡി രമേശ്, പുതിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ ഈ കുറ്റപത്രത്തിൽ കഴിഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷ നേതാവിന്. അതാണ് ചോദ്യം. പുതിയ അഴിമതി ആരോപണം ഉന്നയിക്കുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ മുഖ്യമന്ത്രിയുടെ വാക്കുകളല്ലേ വിജയിക്കുന്നത്?